ഇനി നീ ഒന്നും പറയണ്ടടാ, ഇനി നീ ഒന്നും പറയണ്ടടാ എന്ന് പറഞ്ഞിട്ട് അബൂജഹലിന്റെ കഴുത്തതാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ കുഞ്ഞു കൈകൾ കൊണ്ട് അറുത്തു മാറ്റുകയാണ്. അബൂജഹലിന്റെ കഴുത്തറുത്തു മാറ്റിയിട്ട് ആ തല വാൾത്തലപ്പിൽ കൊത്തിയെടുത്ത് വെച്ചുകൊണ്ട് നബി തങ്ങൾക്ക് കൊണ്ടു കൊടുക്കാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാണ്. വാളിന്റെ തുമ്പത്തേക്ക് തുമ്പത്തേക്ക് അബൂജഹലിന്റെ തല പൊക്കിയെടുക്കുമ്പോ പൊങ്ങുന്നില്ല. പാവപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ കുഞ്ഞു കൈ കൊണ്ട് ഒരാജാന ബാഹുവാന അബൂജഹലിന്റെ തല പോലും പൊക്കിയെടുക്കാൻ പറ്റണില്ല. ആ സമയത്താണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് ഒരു തന്ത്രം തോന്നിയത്. വാളുകൊണ്ട് അബൂജഹലിന്റെ ഒരു കാതിലൂടെ ഇടിച്ചു കയറ്റിയിട്ട് മറുകാതിലൂടെ വാള് വലിച്ചൂരിയെടുക്കുകയാണ്. അപ്പോഴാണ് ഓർമ്മിച്ചത്, എടാ അബൂജഹലേ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന എന്റെ രണ്ട് കാതിലും അടിച്ചു പൊട്ടിച്ചവനേ, എന്റെ മുത്ത് റസൂല് പറഞ്ഞത് തിരിച്ചു ചെയ്യാൻ നിനക്കൊരവസരം കിട്ടുമെന്നല്ലേ. അബൂജഹലിന്റെ ഒരു കാതിലൂടെ വാളുകുത്തി കയറ്റിയിട്ട് മറുകാതിലൂടെ വലിച്ചൂരിയെടുത്തിട്ട് ഒരു ഹോളാക്കുകയാണ്. എന്നിട്ടൊരു കയറതിന്റെ അകത്തൂടെ കയറ്റി വിടുകയാണ്. അല്ലാഹുവേ, അതിങ്ങനെ തൂക്കി തോളത്തിട്ടുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ് ആരംഭ റസൂലിന്റെ മുമ്പിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി, സഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ആരാണ് വരുന്നതെന്ന് നോക്കണേ. ഒരു ദിവസം അബൂജഹലിന്റെ അടിയേറ്റു വാങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആരംഭ റസൂലിന്റെ ചാരത്ത് വന്ന് കരഞ്ഞവന് ഇന്ന് വരുന്നത് കണ്ടോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇതാ ഞാൻ പറഞ്ഞത്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് ഇവിടത്തെ സ്വർഗമല്ല, അതവിടത്തെ സ്വർഗമാണ്. ആ കയ്യിലിരിക്കുന്നവനാണ് ഇവിടത്തെ സ്വർഗമുള്ളത്. സ്വർഗമില്ലാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന ദുനിയാവെന്ന സ്വർഗം അബൂജഹലിനുള്ളതാണ്. എന്റെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനുള്ളത് അവിടത്തെ സ്വർഗമാണ്. എന്റെ തിരൂര് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മോടി പിടിപ്പിച്ചിരിക്കുന്ന ഭൗതിക ലോകത്തെ സ്വർഗമുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയാക്കിയിരിക്കുന്ന ദുനിയാവെന്ന് പറയുന്ന സ്വർഗമുണ്ടല്ലോ. അബൂജഹലിന്റെ തല വെട്ടിയെടുത്ത് മുമ്പ് കൊണ്ടുവച്ച അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, രണ്ട് കാര്യം അവൻ പറഞ്ഞിട്ടാണ് മരിച്ചത് നബിയേ. ഒന്നാമത്തെ എന്തെന്നറിയോ, ഈ ദുനിയാവില് ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് അബൂജഹൽ വെറുക്കുന്നത് നബിയേ. രണ്ടാമത് നെഞ്ചിന്റെ ഭാഗം വെച്ച് വെട്ടിയിട്ട് എന്റെ തല നല്ലതുപോലെ ഇരിക്കുന്നത് മുഹമ്മദ് ഒന്ന് കാണട്ടെ, ഇതാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒരു വാക്ക് പറഞ്ഞു. എന്താണെന്നറിയോ, വഫിർഔനി അശദ്ദു മിൻ ഫിർഔനി മൂസ. പടച്ചവനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. എനിക്ക് അല്ലാഹു തന്ന ഫിറഔൻ, അബൂജഹൽ എന്ന എനിക്ക് അല്ലാഹു തന്ന ഫിറഔൻ മൂസാ നബിയുടെ ഫിറൗനെക്കാളും കുഴപ്പക്കാരനായിരുന്നല്ലോ റബ്ബേ നബി മുഹമ്മദ് മുസ്തഫ. മൂസാ നബിയുടെ ഫിറൗൻ മരിക്കാൻ നേരത്ത് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചോളാം. റസൂലുള്ളാഹിയുടെ ഫിറൗനാകുന്ന അബൂജഹൽ പറഞ്ഞതെന്താ, നല്ല താത്ത് വെട്ടിയിട്ട് മുഹമ്മദ് കൊണ്ട് കാണിച്ചു കൊടുക്കാൻ. അപ്പൊ അത്രത്തോളം ഉപദ്രവം ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചില്ലേ. നല്ല താഴ്ത്ത് വെട്ടിക്കോ, നല്ലതുപോലെ അവൻ കാണട്ടെ. ഞാൻ ഏറ്റവും അധികം വെറുക്കുന്നത് മുഹമ്മദിനെയാണെന്ന് പോയി പറയുക. ഇവരെ പോലെ ആകണമോ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലെ ആകണമോ? നിങ്ങൾ തീരുമാനിക്കുക, സഹോദരിമാര് തീരുമാനിക്കുക. അബൂജഹലിനെ പോലെ ആകണമോ, അബൂബക്കറിനെ പോലെ ആകണമോ? ഇവിടത്തെ സ്വർഗം വേണോ? ഇവിടത്തെ കുറച്ചൊക്കെ വേണം ഉസ്താദേ, എങ്കിലല്ലേ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റും. വാങ്ങി വെച്ച ലിഫ്റ്റിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിലെ കല്യാണത്തിനും ഒരുങ്ങാൻ ബ്യൂട്ടീഷ്യൻ വരണം. ഒരുക്കാൻ വല്ലാത്ത സങ്കടം തന്നെ. കഷ്ടപ്പെട്ട് പള്ളിയിൽ നിന്ന് പിരിവെടുത്ത് സംഘടനക്കാര് 10,000 കൊടുത്ത് 5,000 കൊടുത്ത് കൊണ്ടുവന്ന് കല്യാണം നടത്തുന്ന പാവപ്പെട്ട പെൺകുട്ടിക്ക് പോലും ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വരണം. രാവിലെ 7 മണി മുതൽ തുടങ്ങും പെയിന്റ് അടി. എത്രയോ സ്ഥലത്തുണ്ട്. ഇതൊക്കെ എന്നാണ് അവസാനിക്കുക?
ആരെ ബോധിപ്പിക്കാനാണ് ഈ ഒരുങ്ങിച്ചമഞ്ഞിട്ട് പോവാ? ഉള്ള സൗന്ദര്യത്തിൽ അങ്ങോട്ട് ഉള്ള പെയിന്റ് അടിച്ച് പോയാ പോരെ? വെളിയിന്ന് പെയിന്റ് അടിക്കുന്ന ആളെ കൊണ്ടുവന്ന് മുഖത്തും ശരീരത്തും പൊട്ടിയിട്ട് ഒരുക്കിയെടുത്ത് ചമഞ്ഞ് പൊതിഞ്ഞു കൊണ്ടുവെക്കാൻ അവൾ എന്താ മയ്യത്ത? എന്റെ സഹോദരിമാരെ, ദുനിയാവാണ്. നമുക്ക് ചന്തം വേണ്ടതും ചമഞ്ഞു കിടക്കേണ്ടതും ഖബറിലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തെരുമാറാകട്ടെ. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ചെറിയ പ്രയാസം ഉണ്ടാവും, ചെറിയ വിഷമം.